Principle of mathematical induction. ജസ്റ്റ് ഈ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പരിചയമുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ കാർഡ്സ് കൊണ്ടും ഇതുപോലെ നീളത്തിൽ മടക്കി നേരത്തെ വെച്ചിട്ട് തട്ടിയിട്ടെല്ലാം പണ്ട് കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? ഇവിടെ ചില ബ്ലോക്സുകളാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നെന്ന് ആലോചിക്കാം. ഒന്നാമത്തെ ബ്ലോക്കിനെ ആ പുഷ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്സ് അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്, ഒരു നിശ്ചിത അകലത്തിലാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ബ്ലോക്ക് വീണാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ബ്ലോക്സും വീഴും എന്നുള്ളത് ഉറപ്പാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആ പറഞ്ഞ കാര്യത്തിനെ ഒന്നിങ്ങനെ നോക്കാം. When the first one is pushed in the indicated direction, all the blocks will fall. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി അതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണ്. To be sure that all the blocks will fall, it is enough to know that എല്ലാ ബ്ലോക്സും വീണു എന്ന് ഉറപ്പാവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി? The first block falls, ഒന്നാമത്തെ ബ്ലോക്ക് വീണിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. And if any block falls, its successor necessarily falls. അതായത് ഏതെങ്കിലും ഒരു ബ്ലോക്ക് വീണാൽ അതിൻ്റെ സക്സസർ, അതിൻ്റെ തൊട്ടടുത്തുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന ആണ് എന്നുള്ള അർത്ഥത്തിലാണ് സക്സസർ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. സക്സസറും വീഴും എന്ന് ഉറപ്പാണ്. ഒരു ബ്ലോക്ക് വീണാൽ അതിന് തൊട്ടടുത്തുള്ള ബ്ലോക്കും വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു കാര്യം. അത് മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Now, consider the following pattern. 1 equal to 1, 1 plus 3 equal to 4, 1 plus 3 plus 5 equal to 9, 1 plus 3 plus 5 plus 7 equal to 16, 1 plus 3 plus 5 plus 7 plus 9 equal to 25, 1 plus 3 plus 5 plus 7 plus 9 plus 11 equal to 36. ഇങ്ങനെ പോകുന്നു. വാട്ട് ആർ യുവർ ഒബ്സർവേഷൻസ്? നമുക്ക് ഈ പാറ്റേണിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാറ്റേൺ അതിൻ്റെ റൈറ്റ് സൈഡ്സിലാണ്. 1, 4, 9, 16, 25, 36 ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. 1ൻ്റെ സ്ക്വയർ ആണ് 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഓർഡറിലാണ് അത് പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് ഈ കാണുന്നത്. ഇനി ഓരോ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലോ നമുക്ക് കാണാം അതെല്ലാം ഓഡ് നമ്പേഴ്സാണ്, അല്ലേ? ആദ്യത്തെ 2 ഓഡ് നമ്പർ രണ്ടാമത്തെ ഇക്വേഷനിൽ, ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് മൂന്നാമത്തേൽ, ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നാലാമത്തേൽ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. ദ സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. The sum of first 6 odd numbers equal to 6 square. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ജനറലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കണം ഇതുപോലെ പോവുകയാണെങ്കിൽ, അല്ലേ? സോ ക്യാൻ വി പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n സ്ക്വയർ? നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ്. നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറും എഴുതിയിട്ട് ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഇതാണ് നമ്മുടെ റിസൾട്ട്. അതായത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് ഓഡ് നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ, തേർഡ് ഓഡ് നമ്പർ, അങ്ങനെ പോകുന്നു. ദിസ് ഇസ് ദ nth ഓഡ് നമ്പർ. ഈ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സിൻ്റെ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n സ്ക്വയർ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക? അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ടു പ്രൂവ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്
we have a tool known as principle of mathematical induction, and this is a method to prove that a statement or theorem is true for all natural numbers. Now, ഇനി നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയണം. പ്രിൻസിപ്പിളിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു, ബ്ലോക്സിൻ്റെ എക്സാമ്പിളിൽ. The principle of mathematical induction. Suppose there is a given statement P of n involving the natural number n such that the statement is true for n equal to 1. That is, P of 1 is true. n ന് 1 കൊടുത്താൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരെന്താവും? P of 1 ആവും. And if the statement is true for n equal to k, then the statement is also true for n equal to k plus 1. That is, the truth of pk implies the truth of p of k plus 1. So what is k? k എന്ന് പറയുന്നത് ഇതിൽ 1 അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. 1 മാത്രമേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യുന്നുള്ളൂ. 1 ഫസ്റ്റ് നാച്ചുറൽ നമ്പർ മാത്രമാണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് അവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് എണ്ണത്തിൽ ഒരെണ്ണമായിട്ടാണ് കെയിനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കെ എന്ന വാല്യൂവിൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് അസ്യൂം ചെയ്താൽ കെ പ്ലസ് 1 എന്ന വാല്യൂവിൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തെളിയിക്കുക. അതായത് പി കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി കെ ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കണ്ടന്റ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ കൺക്ലൂഡ് ദാറ്റ് പി എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ. അപ്പോൾ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ബേസിക് സ്റ്റെപ്പ്, ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ദ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, അതായത് പി ഓഫ് 1 ഈസ് 2 എന്ന് തെളിയിക്കുന്ന ഈ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ബേസിക് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് പ്രത്യേകത എന്താണ്? By assuming that P of k is true, we are proving that P of k plus 1 is true. ആ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ആ ആൻസറിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത്, നെയിം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആസ് പി എൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ലെറ്റ് പി എൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റിന് പേര് തന്നിട്ടുണ്ടാവും പി എൻ ആണ് എന്ന്. അങ്ങനെ പി എൻ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണോ തെളിയിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് അതിന് നമ്മൾ പി എൻ എന്ന് പേര് കൊടുക്കാം. നൗ വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? പ്രൂവ് ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. അതായത് എന്നിന് 1 വരുമ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ തന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കാം. നൗ തേർഡ് ഈസ് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് എന്നിന് കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. പ്രൂവ് ചെയ്യല്ല, വി ആർ ഓൺലി അസ്യൂമിങ് ദാറ്റ് റിസൾട്ട്. നൗ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് യൂസിങ് പി ഓഫ് കെ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പി ഓഫ് കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് തെളിയിക്കാം. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് കൺക്ലൂഡ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത്രയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കുമ്പോൾ അതിലുണ്ടാവേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് 1 + 3 + 5 + എക്സെട്ര + 2n - 1 = n². നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ അതേ റിസൾട്ടാണ്. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ എന്താ വഴി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ തുടങ്ങി. ആ റിസൾട്ട് എങ്ങനെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് തെളിയിക്കുക, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണെന്ന് തെളിയിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻസർ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പി എന്ന് പേര് കൊടുത്തിട്ടില്ല, നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്.
അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷന് നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു. സോ ലെറ്റ് പി ഓഫ് എൻ എഴുതിയിട്ട് 2 ഡോട്ട് ഇടുക. എന്താണ് നമ്മൾ പി ഓഫ് എൻ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന് നേരെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ലെറ്റ് പി ഓഫ് എൻ കോളൻ ഇടുക 1 + 3 + 5 + എക്സെട്ര + 2n - 1 = n². എന്താണോ തെളിയിക്കാൻ പറഞ്ഞത് ആ ഇക്വേഷനെ നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുത്തു. ഇനി പി ഓഫ് 1 എന്താ കിട്ടുക നോക്കാം. അതിനെന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് ടേമിൽ എന്നിന് 1 കൊടുത്തു നോക്കുക. എന്താ കിട്ടുക? എന്നിന് 1 കൊടുത്തു നോക്കിയാൽ 2 × 1 - 1 ദാറ്റ് ഈസ് 2 - 1 = 1. 1 തൊട്ട് 1 വരെ എന്ന് പറയില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആകെ ഒരു ടേമേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഈസ് 1. സോ ദ റിസൾട്ട് ഈസ് 1. ലെഫ്റ്റ് സൈഡിൽ 1 മാത്രം = 1². പി ഓഫ് 1ൽ ഒരു ടേമേ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുള്ളൂ. പി ഓഫ് 2ൽ ലെഫ്റ്റിൽ 2 ടേംസ് ഉണ്ടാവും. പി ഓഫ് 3ൽ ലെഫ്റ്റിൽ 3 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പി ഓഫ് 1ൽ ലെഫ്റ്റിൽ ഒരു ടേമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 + 3 + 5 + എക്സെട്ര + 1 എഴുതിയാൽ അതിനൊരു മീനിങ്ങും ഇല്ല. ഓക്കെ, സോ വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ ദാറ്റ് ഈസ് ദിസ് 1 = റൈറ്റിൽ എന്നിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1². ഇത് ശരിയാണോ എന്ന് നോക്കുക. 1 = 1². 1² എത്രയാണ്? 1 തന്നെയാണ് അല്ലേ? സോ 1 = 1 അല്ലെങ്കിൽ പി ഓഫ് 1 എന്ന ഇക്വേഷൻ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore പി ഓഫ് 1 is true. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്നിന് 1 കൊടുത്താൽ പി ഓഫ് എൻ ശരിയാണെന്ന് തെളിയിച്ചു. അതായത് പി ഓഫ് 1 is true എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. Now the second step is assume that pk is true for some positive integer k. അതായത് എന്നിന് കെ കൊടുത്താൽ റിസൾട്ട് ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിന് കെ കൊടുത്താൽ എന്താ കിട്ടുക? പി ഓഫ് എന്നിൽ 1 + 3 + 5 + എക്സെട്ര + 2k - 1 എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുക്കുക = k². പി ഓഫ് എന്നിൽ എന്നിന് കെ കൊടുത്താൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പി ഓഫ് കെ എന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുകയാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ. അപ്പോൾ അത് എന്താണ് തെളിയിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. എങ്ങനെ പി ഓഫ് കെ + 1 എഴുതുക? നമ്മൾ നേരത്തെ പി ഓഫ് കെ എങ്ങനെയാണ് എഴുതിയത്? പി ഓഫ് എന്നിൽ എൻ്റെ സ്ഥാനത്ത് കെ കൊടുത്തു. അതുപോലെ പി ഓഫ് കെ + 1 എഴുതാൻ എന്ത് ചെയ്യണം? പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റിൽ എൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കെ + 1 കൊടുക്കുക. സോ വി ഹാവ് പി ഓഫ് കെ + 1 ഈസ് എന്താണ്? 1 + 3 + 5 + എക്സെട്ര + ലാസ്റ്റിന് തൊട്ട് മുന്നത്തെ ടേം, അതായത് എന്നിന് കെ കൊടുക്കുമ്പോഴത്തെ ടേം എന്താണ്? 2k - 1. അത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത ടേം ആയിട്ടാണ് എന്നിന് കെ + 1 കൊടുക്കുമ്പോഴത്തെ ടേം വരിക. ബിക്കോസ് ഇഫ് കെ ഈസ് എ നാച്ചുറൽ നമ്പർ നമുക്കറിയാം അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ആണ് എന്ത്? കെ + 1. അപ്പോൾ n = k വരുമ്പോഴത്തെ ടേം എന്താണോ അതിന് തൊട്ടടുത്ത ടേം ആണ് എന്ത്? എന്നിന് കെ + 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേം. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്യണം? പി ഓഫ് എൻ നോക്കുക, എന്നിന്റെ സ്ഥാനത്ത് കെ + 1 കൊടുക്കുക. സോ 2n എന്നുള്ള സ്ഥാനമാണ് എങ്ങനെ എഴുതിയിട്ടുള്ളത്? 2 × k + 1. പിന്നെ ഇവിടെയുള്ള -1 അങ്ങനെ തന്നെ എഴുതി. Now what is the right side? എന്നിന് k + 1 കൊടുക്കുക. സോ ഇറ്റ് ഈസ് k + 1 ഹോൾ സ്ക്വയർ. ഇത് ശരിയാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. തെളിയിച്ചിട്ടില്ല. നമ്മൾ എന്താണ് തെളിയിക്കേണ്ടതെന്ന് എഴുതി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് തെളിയിക്കുക? അതൊരു ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷന്റെ LHS = RHS എന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് തെളിയിക്കണം. അപ്പോൾ അതിൻ്റെ LHS ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ട ഇക്വേഷന്റെ LHS ആണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്താണ് പി ഓഫ് കെയിൽ പറഞ്ഞിട്ടുള്ളത്? 1 തൊട്ട് 2k - 1 വരെയുള്ള നമ്പേഴ്സിന്റെ സം k² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 തൊട്ട് 2k - 1 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും ഭാഗം അല്ലേ? 1 തൊട്ട് ഇത്രയും ഭാഗം. അതിന് പകരം നമുക്ക് പി കെ ഉപയോഗിച്ചിട്ട് എന്ത് എഴുതാം? k² എന്ന് എഴുതാം. സോ എന്തായി? നമുക്ക് ഇത്രയും ടേംസിന് പകരം പി കെ ഉപയോഗിച്ച് k² എന്ന് എഴുതി. പിന്നെ ബാക്കിയുള്ള ഈ ഒരു ടേം, ആ ഒരു ടേമിനെ 2 ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ കിട്ടുക? 2 × k ദാറ്റ് ഈസ് 2k + 2 × 1 ഈസ് 2. പിന്നെ ഈ ഉള്ള -1 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി what is 2k + 2 - 1? +2ഉം -1ഉം ചേർത്താൽ നമുക്കറിയാം +1 ആണ്. സോ ദിസ് ബിക്കംസ് k² + 2k + 1 ആയി.
ആൻഡ് വാട്ട് ഈസ് കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1? ദാറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ pk പ്ലസ് 1ൻ്റെ LHSൽ നിന്ന് തുടങ്ങി, അവിടെ pk എൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിനെ pk പ്ലസ് 1ൻ്റെ RHSലേക്ക് കണക്ട് ചെയ്തു. അല്ലേ? അപ്പോൾ LHS ഈക്വൽ ടു RHS എന്നുള്ള പോലെ ഇവിടെ കിട്ടിയിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? Therefore P of k plus 1 is true whenever pk is true എന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. ഓക്കെ, ഇനി അതുകൊണ്ടോ therefore Pn is true for all natural numbers. അതിന് പകരമാണ് for all n in capital എന്ന് എഴുതിയത്. Next question. Prove that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2 for all natural numbers n. അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്സ് ഒക്കെ എല്ലാ പ്രോബ്ലത്തിനും സെയിം ആണ്. പക്ഷെ നമുക്ക് തരുന്ന ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ പേര് കൊടുക്കുന്നു. ലെറ്റ് പി ഓഫ് എൻ 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. നമുക്ക് എന്താണോ തെളിയിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പി എൻ എന്ന് പേര് കൊടുക്കുന്നത്. ഇനി ആദ്യത്തേത് പി ഓഫ് 1. എന്താ പി ഓഫ് 1 കിട്ടുക? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഒരു ടേമേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും സെയിം ആണോ എന്നറിയാൻ ഈ ജനറൽ ടേം, അതായത് ലാസ്റ്റ് ടേമിൽ എന്നിന് 1 കൊടുത്തു നോക്കുക. അപ്പം എന്താ കിട്ടുക? 3 raised to 1 minus 1 എന്ന് പറഞ്ഞാൽ 3 raised to 0 എന്നാണ്. 3 raised to 0ൻ്റെ വാല്യൂ 1 ആണ്. അല്ലേ? അപ്പോൾ 1 തൊട്ട് 1 വരെ എന്ന് പറയില്ല. അതിനർത്ഥം എന്താണ്? വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. പി ഓഫ് എൻ ആവുമ്പോൾ ലെഫ്റ്റിലെ n ടേംസ്. സോ പി ഓഫ് 1 ആവുമ്പോൾ വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ 1 ഈസ് ഈക്വൽ ടു റൈറ്റിൽ എന്നിന് 1 കൊടുക്കുക. അപ്പം എന്താ കിട്ടുക? 3 raised to 1 എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതാണ് അതിൻ്റെ RHS, പി ഓഫ് 1ൻ്റെ RHS. RHS എന്ന് പറയുന്നത് 3 minus 1 2 by 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലേ? 1 തന്നെയാണ് നമ്മുടെ LHSഉം. സോ പി ഓഫ് 1ൻ്റെ RHS ഈക്വൽ ടു LHS എന്ന് നമ്മൾ തെളിയിച്ചു. Therefore P of 1 is true. Now assume that P of k is true. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് 1 is true ആണ്. സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അസംഷൻ ആണ്, പ്രൂഫ് അല്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ അസംഷൻ. അസ്യൂം ദാറ്റ് പി കെ ഈസ് ട്രൂ. ഇനി എന്താണ് പി കെ? അതായത് എന്താണ് നമ്മൾ ശരിയാണെന്നും പറഞ്ഞ് വെക്കുന്ന റിസൾട്ട്? 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 equal to 3 raised to k minus 1 by 2. പി ഓഫ് എന്നിൽ എന്നിൻ്റെ സ്ഥാനത്ത് k കൊടുത്താൽ കിട്ടുന്നതാണ് പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദിസ് ഇസ് അവർ പി ഓഫ് കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കണം. അപ്പം എന്താണ് പി ഓഫ് കെ പ്ലസ് 1 എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. എന്താ പി ഓഫ് കെ പ്ലസ് 1? 1 plus 3 plus 3 square plus etc. plus ഇതാണ് കെ ആവുമ്പോഴത്തെ റിസൾട്ട്, ഇതിൻ്റെ തൊട്ടടുത്തിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പവേഴ്സ് നോക്കിയാൽ തന്നെ അറിയാം, ഓരോന്നോരോന്ന് കൂടുകയാണ്. അല്ലേ? അപ്പോൾ കെ മൈനസ് 1ൻ്റെ കൂടെ 1 കൂടി എന്താ കിട്ടുക? കെ കിട്ടും. സോ ദ നെക്സ്റ്റ് ടേം ഈസ് 3 raised to k. ആ സീക്വൻസ് അവിടെ ഫോളോ ചെയ്യുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ 3 raised to k പ്ലസ് 1 മൈനസ് 1 by 2. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തെളിയിക്കേണ്ടതെന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, തെളിയിച്ചിട്ടില്ല. തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ LHS ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് 1ൻ്റെ RHS എന്ന് തെളിയിക്കണം. സോ ലെറ്റ് us check. 1 plus 3 plus etc. plus 3 raised to k minus 1 plus 3 raised to k. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ടേം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലാസ്റ്റിന് തൊട്ട് മുന്നത്തെ ടേമും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതായിരിക്കും പി കെയുടെ റിസൾട്ടിൽ വരുന്ന ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അറിയാവുന്നത്? വി ഹാവ് ദ റിസൾട്ട് പി കെ. പി കെയിൽ എന്താ പറയുന്നത്? 1 plus 3 plus etc. plus 3 raised to k minus 1ൻ്റെ റിസൾട്ട് ഇതാണ്. അപ്പോൾ 1 തൊട്ട് 3 raised to k minus 1 വരെയുള്ള ഇത്രയും ടേംസിൻ്റെ സമ്മിന് പകരം നമുക്ക് ഈ റിസൾട്ട് കൊടുക്കാം. നമ്മൾ അസ്യൂം ചെയ്ത പി കെയുടെ റിസൾട്ട് അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? 3 raised to k minus 1 by 2. അപ്പോൾ ഇത്രയും വരെയുള്ള ടേമായി. പിന്നെ എക്സ്ട്രാ ഉള്ള ഒരു ടേം പ്ലസ് 3 raised to k അങ്ങനെ തന്നെ എഴുതി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടേമിനെയും ചേർക്കണം. അതായത് ബൈ 2 എന്നുള്ളത് കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് മാറ്റണം. ഇപ്പൊ ഈ ടേമിന് മാത്രമേ ബൈ 2 ഉള്ളൂ അല്ലേ? അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 3k - 1 പ്ലസ് ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 × 3k the whole divided by 2. Now simplify the numerator. നോക്കൂ, ഒരു 3k ഉണ്ട്, രണ്ട് 3k ഉണ്ട്. അപ്പോൾ ആകെ എത്ര 3k കിട്ടും? We have 3k. So that is 3 × 3k. ഈ -1 അങ്ങനെ തന്നെ എഴുതി by 2. Now we know that 3 means 3:1. So 3:1 × 3k എന്നാണ് ഈ ടേം അല്ലേ? നമുക്കറിയാം എക്സ്പോണൻസിന്റെ റൂൾസ് പ്രകാരം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ ടേം എങ്ങനെ വരും? ഇറ്റ് ഈസ് 3k + 1 - 1/2. അപ്പോൾ നമ്മൾ RHSലെത്തിയില്ലേ? P(k + 1)ന്റെ LHSൽ നിന്ന് തുടങ്ങി P(k)യുടെ റിസൾട്ട് അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് അതിനെ P(k + 1)ന്റെ RHSൽ എത്തിച്ചു. Therefore pk + 1 is true. Hence Pn is true for all natural numbers n. Next question. Prove that 2n greater than n for all positive integer n. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്ന സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ രണ്ട് പ്രോബ്ലത്തിലും സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആയിരുന്നു. നമുക്കൊരു ഇക്വേഷനാണ് തെളിയിക്കാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ അല്ല, പകരം ഒരു ഇനീക്വേഷൻ ആണ് അല്ലെങ്കിൽ ഇനീക്വാളിറ്റി ആണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ കേസിൽ നമുക്ക് തെളിയിക്കുക? പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ. എന്ത് വേണം? സെയിം രീതിയിൽ ആദ്യം തന്നെ നമ്മൾ എന്താണോ തെളിയിക്കാൻ പറഞ്ഞത് അതിന് P(n) എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ എന്താ തെളിയിക്കേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 2n greater than n for all positive integer n. അപ്പോൾ ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട സ്റ്റേറ്റ്മെന്റ്. അതിന് നമ്മൾ Pn എന്ന് പേര് കൊടുക്കാം. Now the second step is P(1) ശരിയാണെന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ആദ്യം എന്താണ് P(1) എഴുതുക. എന്താ നമുക്ക് P(1) കിട്ടുക? P(1) കിട്ടാൻ n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. സോ 2(1) greater than 1. ഇതാണ് P(1) എന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം. അതിന് ഇതിന്റെ മീനിങ് ആലോചിച്ചാൽ മതി. ഇതിന്റെ അർത്ഥം എന്താ? 2 greater than 1. 2 എന്ന് പറയുന്നത് 1-നേക്കാളും വലുതാണല്ലോ. സോ ഇത് ട്രൂ ആണ്. P(1) എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടിയത് 2(1) greater than 1, which is true. Therefore P(1) is true. Now assume that Pk is true. Pk കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? P(n) നോക്കുക, n-ന്റെ സ്ഥാനത്ത് k കൊടുക്കുക. That is 2k greater than k. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന റിസൾട്ട്. 2k എന്ന എക്സ്പ്രഷൻ എന്ന വാല്യൂ എന്താണോ അത് k-നേക്കാളും വലുതാണ്, അല്ലെങ്കിൽ k എന്ന് പറയുന്ന നമ്പർ 2k-നേക്കാളും ചെറുതാണ് എന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്ത് വേണം? ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് P(k + 1) തെളിയിക്കേണ്ടത്. സോ വാട്ട് ഈസ് P(k + 1)? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P(k + 1) ഈസ് n-ന്റെ സ്ഥാനത്ത് k + 1 കൊടുക്കുക. സോ 2k + 1 greater than k + 1. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇത് തെളിയിക്കാൻ നമുക്ക് അസ്യൂം ചെയ്ത് വെച്ച Pk-യുടെ റിസൾട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2k + 1, അതായത് എന്താണോ തെളിയിക്കേണ്ടത് അതിലെ ഈ ടേമിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2k × 2(1) എഴുതാം. (1) ഉള്ളത് നമ്മൾ പലപ്പോഴും എഴുതാറില്ല. സോ ഇറ്റ് ഈസ് 2k × 2(1). 2(1)ന് പകരമാണ് ഇവിടെ 2 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എന്ത് റിസൾട്ടാണ് ഉള്ളത്? 2k-നെ സംബന്ധിക്കുന്ന റിസൾട്ടാണ് നമ്മൾ Pk-യിൽ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2k എന്നൊരു ടേം അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ഇനി ചെയ്യുന്നത് ഇതാണ്. 2k-ക്ക് പകരം ഞാൻ അതിനേക്കാളും ചെറിയൊരു ക്വാണ്ടിറ്റി എഴുതി. ഈ 2-ന് പകരം 2-നെ അങ്ങനെ തന്നെ വെച്ചു. 2k-യുടെ സ്ഥാനത്ത് അതിനേക്കാളും ചെറിയൊരു ക്വാണ്ടിറ്റി എഴുതി. അപ്പോൾ എന്താ ഉണ്ടാവുക? 2k × 2 എന്ന് പറയുന്ന നമ്പർ k × 2-നേക്കാളും വലുതായിരിക്കും. ബിക്കോസ് 2k-യും k-യും തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് 2k × 2-ഉം k × 2-ഉം തമ്മിലുള്ള ബന്ധം. ഈ × 2 എന്ന് പറയുന്ന പാർട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് ഈ രണ്ട് എക്സ്പ്രഷൻസും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 9. Now what is the meaning of 2k? k × 2 is the same as 2k.
We know that it is k plus k. K into 2 is the same as 2k and 2k is k plus k. ഇനി നോക്കുക, ഇതിൽ ഈ kനെ ഞാൻ അങ്ങനെ തന്നെ നിർത്തി. ഈ kക്ക് പകരം അതിനേക്കാളും ചെറിയൊരു നമ്പർ 1 കൊടുത്തു. എന്തുകൊണ്ടാണ് kനേക്കാളും ചെറുതാണ് 1 എന്ന് പറഞ്ഞത്? n ഈക്വൽ ടു 1 നമ്മൾ വേറെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ k എന്താണ്? 1 അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടാണ് എപ്പോഴും ഇൻഡക്ഷൻ മെത്തേഡിൽ kനെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ kയുടെ സ്ഥാനത്ത് 1 കൊടുത്താൽ kനേക്കാളും ചെറിയ നമ്പറാണ് എന്ത്? 1. അപ്പം എന്താ ഉണ്ടായത്? ഈ k പ്ലസ് k എന്ന നമ്പർ k പ്ലസ് 1നേക്കാളും വലുതായി, അല്ലെങ്കിൽ k പ്ലസ് k എന്ന നമ്പറിനേക്കാളും ചെറുതാണ് ആര്? k പ്ലസ് 1 എന്ന നമ്പർ. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം ഗ്രേറ്റർ ദാൻ ആയി. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കൂ എവിടെ എത്തിയതെന്ന്. 2 raised to k plus 1 greater than k plus 1 എന്ന് നമുക്ക് കിട്ടി. We got 2 raised to k plus 1 greater than k plus 1. ഓക്കെ, അതായിരുന്നില്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? Therefore, p of k plus 1 is true. Hence, p of n is true for all positive integers. ഇനി നമുക്ക് ഇതേപോലത്തെ വേറൊരു ചോദ്യം കൂടെ കൺസിഡർ ചെയ്യാം. Prove that 1 square plus 2 square plus etc. plus n square greater than n cube by 3 where n belongs to the set of natural numbers. നേരത്തെ പോലെ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ഇവിടെയും അത് ഇക്വേഷൻ അല്ല, ഒരു ഇനീക്വാളിറ്റിയാണ് തെളിയിക്കാൻ പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പിൽ എപ്പോഴും എന്താണോ തന്നത് അതിന് പി ഓഫ് എന്ന് പേര് കൊടുക്കുക. എന്താണോ തെളിയിക്കേണ്ടത് അതിന് പി ഓഫ് എൻ. അപ്പോൾ ഇവിടുത്തെ പി ഓഫ് എൻ ആ ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെന്റ് അതേപടി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് പി ഓഫ് 1. പി ഓഫ് 1 കിട്ടാൻ പി ഓഫ് എന്നിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ വി ഹാവ് ഓൺലി 1 ടേം ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ദാറ്റ് ഈസ് 1 സ്ക്വയർ. 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ റൈറ്റ് സൈഡ് 1 n ക്യൂബ് ബൈ 3 ആണ്. അതിൽ n 1 കൊടുത്താൽ ഇറ്റ് ഈസ് 1 ക്യൂബ് ബൈ 3. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കുക. 1 സ്ക്വയർ ഈസ് 1. 1 എന്ന് പറയുന്നത് 1/3യേക്കാളും വലുതാണ്, അല്ലേ? അത് ശരിയാണല്ലോ, അല്ലേ? Therefore, p of 1 is true. Now assume that p of k is true. p of k യുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? p of n-ൽ n-ന്റെ സ്ഥാനത്ത് k കൊടുക്കുക. അപ്പം എന്താ കിട്ടുക? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ. n-ന്റെ സ്ഥാനത്ത് k കൊടുക്കുമ്പോൾ ലാസ്റ്റ് ടേം k സ്ക്വയർ ഗ്രേറ്റർ ദാൻ റൈറ്റ് സൈഡിലും n-ന്റെ സ്ഥാനത്ത് k. So we have k cube by 3. Now we have to prove that p of k plus 1. p of k plus 1 എഴുതാൻ എന്ത് ചെയ്യണം? p of k plus 1ന്റെ ലാസ്റ്റ് ടേം കിട്ടാൻ n-ന്റെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ മതി. p of kയുടെ ലാസ്റ്റ് ടേം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ടേം ആണ് p of k plus 1ന്റെ ലാസ്റ്റ് ടേം ആയിട്ട് വരിക. സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് തൊട്ടടുത്ത ടേം k plus 1 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ n-ന് k plus 1 കൊടുത്താൽ k plus 1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ 1 സ്ക്വയർ തൊട്ട് k സ്ക്വയർ വരെയുള്ള ടേമിന് പകരം, അതിനെ ഞാൻ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് പകരം നമുക്ക് പി കെ ഉപയോഗിച്ചാൽ ഒരു റിസൾട്ട് കിട്ടും. എന്താ റിസൾട്ട്? ഇത്രയും ടേംസിൻ്റെ സം, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിലിട്ട ഈ ഒരൊറ്റ ടേം എന്ന് പറയുന്നത് k ക്യൂബ് ബൈ 3യേക്കാളും വലുതാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഈ ടേമിന് പകരം ഇതിനേക്കാളും ചെറിയൊരു സാധനത്തിനെ കൊടുക്കാൻ പോകുന്നു. k ക്യൂബ് ബൈ 3 പ്ലസ് ഈ പാർട്ട് മാറ്റിയിട്ടില്ല, k പ്ലസ് 1 ഹോൾ സ്ക്വയർ തന്നെ ഇട്ടു. അപ്പോൾ ഈ ബ്രാക്കറ്റിലിട്ട ഈ ടേമും k ക്യൂബ് ബൈ 3യും തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് ഇവിടെ ഈ എക്സ്പ്രഷനും തമ്മിലുള്ള ബന്ധാവുക, അല്ലേ? സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടേമിനെ കമ്പൈൻ ചെയ്യണം. അപ്പം എന്താ കിട്ടുക? k ക്യൂബ് പ്ലസ് 3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 3, അല്ലേ? നൗ ലെറ്റ് us എക്സ്പാൻഡ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പം എന്താ കിട്ടുക? ബൈ 3 എഴുതുന്നതിന് പകരമാണ് ഈ 1/3നെ ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചത്. ബാക്കിയുള്ളത് k ക്യൂബ് പ്ലസ് 3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. അതിൻ്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം. ഈ 1/3 കോമൺ ആയിട്ട് പുറത്തുള്ളതിൻ്റെ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ആ 3നെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2k ദാറ്റ് ഈസ് 6k
പ്ലസ് 3 ഇൻറ്റു 1 ഈസ് 3 അല്ലേ. ഇനി നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ കൊണ്ടുവരാം. നമുക്ക് റൈറ്റ് സൈഡിൽ വേണ്ടത് k പ്ലസ് 1 ഹോൾ ക്യൂബ് എന്നുള്ള ടേമാണ്. സോ 1/3 അവിടെ വെച്ചു. k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് ഈ 6kയിൽ നിന്നൊരു 3kനെ ഇവിടെ എഴുതി, പ്ലസ് 3യിൽ നിന്നൊരു 1 ഇവിടെ എഴുതി. 6kയുടെ 3k മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ള 3k വേറെ മാറ്റി എഴുതി. പ്ലസ് 3യിൽ 1 ഇവിടെ എഴുതിയുള്ളൂ, ബാക്കിയുള്ള 2നെ ഇവിടെ മാറ്റി എഴുതി. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് രൂപം മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, ഈ 4 ടേംസ് k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1, ദാറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് k പ്ലസ് 1 ഹോൾ ക്യൂബ്. സോ 1/3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് ബാക്കിയുള്ള ഈ 2 ടേംസ് ഇറക്കി എഴുതി. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ നോക്കൂ, 1/3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ ക്യൂബിൻ്റെ കൂടെ 2 ടേംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഈ 2 ടേംസിനെ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ ഉണ്ടാവുക? വി വിൽ ഗെറ്റ് 1/3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ അതിലേതാ വലുത്? ഈ പാർട്ടാണ് വലുത്. ഈ പാർട്ടിൽ നിന്നും ഈ 2 ടേമിനെ മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വി ഹാവ് ദ റിസൾട്ട് 1/3 ഇൻറ്റു k പ്ലസ് 1 ഹോൾ ക്യൂബ്. അത് എന്ന് പറയുന്നത് ഈ എഴുതിയതിനേക്കാളും ചെറുതാണ്. ചെറുതാവാനുള്ള കാരണം എന്താണ്? ഈ 2 ടേംസിനെ നമ്മൾ ഒഴിവാക്കി അല്ലേ. ഈ 2 ടേംസ് ഒഴിവാക്കിയാൽ ഈ ടേം എന്ന് പറയുന്നത് ഈ ഒഴിവാക്കിയ ടേമിനേക്കാളും വലുതായിരിക്കും. അതാണ് ഈ റിലേഷൻ ഗ്രേറ്റർ ദാൻ അവിടെ വന്നത്. സോ ആൻഡ് ദാറ്റ് ഈസ് അവർ റൈറ്റ് സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടി. Therefore p of k plus 1 is true. Hence Pn is true for all natural numbers n. Next question. For every positive integer n, prove that 7 raised to n minus 3 raised to n is divisible by 4. ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ്റെ ഫോമിലായിരുന്നു കണ്ടത് പ്രോബ്ലത്തിൽ. പിന്നത്തെ പ്രോബ്ലത്തിൽ ഇക്വേഷൻ അല്ല, പകരം ഇനീക്വാളിറ്റിയുടെ ഫോമിലായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടുമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് തെളിയിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടുത്തെ പി ഓഫ് എൻ? എന്താണോ തെളിയിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പി ഓഫ് എന്ന് കൊടുക്കുക. സോ ലെറ്റ് പി ഓഫ് എൻ 7 raised to n minus 3 raised to n is divisible by 4. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എന്താണോ തെളിയിക്കേണ്ടത് അതിനെയാണ് എപ്പോഴും നമ്മൾ പേര് കൊടുക്കുന്നത് പി ഓഫ് എൻ എന്ന്. സോ വി ഹാവ് ടു പ്രൂവ് ദിസ് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പി ഓഫ് 1 കിട്ടാൻ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. സോ 7 raised to 1 minus 3 raised to 1 is divisible by 4. ഇതാണ് പി ഓഫ് 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ സംഖ്യ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ് വാല്യൂ? 7 raised to 1 minus 3 raised to 1 is 4. ആൻഡ് ക്ലിയർലി 4 ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore P of 1 is true. Okay. Now assume that P of k is true. Assume that എന്നതിന് പകരം let P of k be true എന്ന് എഴുതിയാലും മതി. ഇനി എന്താണ് നമ്മുടെ P of k എന്ന് എഴുതി വയ്ക്കണം. എന്താ നമ്മുടെ P of k? എന്നിൻ്റെ സ്ഥാനത്ത് k കൊടുത്താൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് കിട്ടുന്നോ അതാണ് P of k. സോ അവർ P of k ഈസ് 7 raised to k minus 3 raised to k is divisible by 4. അതായത് 7 raised to k minus 3 raised to k എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഒന്ന് ആലോചിക്കൂ, എപ്പോഴാണ് ഒരു സംഖ്യേനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഈ സംഖ്യ 4ൻ്റെ മൾട്ടിപ്പിൾ ആയാലാണ് ഈ സംഖ്യേനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഈ സംഖ്യ 8 ആണെന്ന് വിചാരിച്ചോളൂ. 8 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 2 ആണ് 8. അതുകൊണ്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. സോ 7 raised to k minus 3 raised to k is divisible by 4 means 7 raised to k minus 3 raised to k will be a multiple of 4. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആ 7 raised to k minus 3 raised to kനെ 4p എന്ന് അസ്യൂം ചെയ്യുക. p എന്താ നമുക്കറിയില്ല. ഫോർ എ പെർട്ടിക്കുലർ നമ്പർ p അസ്യൂം ദാറ്റ് ദിസ് നമ്പർ ഈസ് ഈക്വൽ ടു 4p. എന്തുകൊണ്ടാണ് 4p എന്ന് എടുത്തത്? ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ആ നമ്പറിൻ്റെ രൂപം ഇങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി 7 raised to k minus 3 raised to k 4p ആണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും what is the expression for 7 raised to k? ഈ minus 3 raised to k നെ ഇപ്പുറം കൊണ്ടുവരണം. സോ 7 raised to k is equal to
4p plus 3 raised to k. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ഒരു ടേമാണ് ഇത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട്, അതായത് അസ്യൂം ദാറ്റ് പി കെ ഈസ് 2 എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. Now we have to prove that p of k plus 1. And what is our p of k plus 1? 7 raised to n-ന്റെ സ്ഥാനത്ത് k plus 1 minus 3 raised to n-ന് പകരം k plus 1 is divisible by 4. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നമ്പറിനെ മാത്രം ഇങ്ങോട്ട് എടുക്കുക. നമുക്കറിയാം പി കെ എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ റേസ് ടു കെ പ്ലസ് 1 വരാൻ പാടില്ല. പിന്നെ എന്ത് വേണം? റേസ് ടു കെ എന്നുള്ള പാറ്റേണിലുള്ള ടേം കിട്ടിയാലേ നമുക്ക് പി കെയുടെ റിസൾട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 7 റേസ് ടു കെ പ്ലസ് 1നെയും 3 റേസ് ടു കെ പ്ലസ് 1നെയും ഒന്ന് മാറ്റി എഴുതാം. ആദ്യം എങ്ങനെ എഴുതാം? 7 റേസ് ടു കെ ഇൻറ്റു 7 റേസ് ടു 1. റേസ് ടു 1 സാധാരണ എഴുതാറില്ല, അതുകൊണ്ട് ഡയറക്റ്റ് എഴുതി. മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. ഓക്കെ, റേസ് ടു കെ എന്നുള്ള പാറ്റേൺ കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഈ 7 റേസ് ടു കെക്ക് പകരം നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ലേ 7 റേസ് ടു കെയുടെ ഒരു എക്സ്പ്രഷൻ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 4p പ്ലസ് 3 റേസ് ടു കെ, അത് 7 റേസ് ടു കെക്ക് പകരം ഇൻറ്റു 7 അങ്ങനെ തന്നെ എഴുതി, മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. ബാക്കി പാർട്ടൊക്കെ അതേപോലെ. ഈ ഒരു 7 റേസ് ടു കെക്ക് മാത്രം ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് കളയാം. അപ്പം എന്താ കിട്ടുക? 4p ഇൻറ്റു 7 പ്ലസ് 3 റേസ് ടു കെ ഇൻറ്റു 7 മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. ആ ടേം അങ്ങനെ തന്നെ എഴുതിയതേ ഉള്ളൂ. ഈ ടേമിൽ ഓൾറെഡി 4 ഉണ്ട്. ഇനി നമുക്ക് നോക്കൂ, 7 ടൈംസ് 3 റേസ് ടു കെയും 3 ടൈംസ് 3 റേസ് ടു കെയും ഉണ്ട്. ഇവിടെ മൈനസ് ആണ് അല്ലേ? അപ്പോൾ എത്ര 3 റേസ് ടു കെ ഉണ്ടാവും? ഈ രണ്ട് ടേമും കൂടെ ചേർത്താൽ 7 മൈനസ് 3 റേസ് ടു കെസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് 4 3 റേസ് ടു കെ. സോ 4p ഇൻറ്റു 7 ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി, ഈ രണ്ട് ടേമിനെയും ചേർത്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്ലസ് 4 ഇൻറ്റു 3 റേസ് ടു കെ എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ടേമിലും 4 വന്നില്ലേ? സോ വി ക്യാൻ ടേക്ക് എ 4 ഔട്ട് സൈഡ് അല്ലേ? 4 പുറത്തെടുത്താൽ എന്ത് കിട്ടും? 7p പ്ലസ് 3 റേസ് ടു കെ. എനിവേ നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയത് അല്ലേ? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 ഇൻറ്റു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി അല്ലേ? ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ആ നമ്പറിനെ എപ്പോഴും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? 7 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റേസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നാണ് നമ്മൾ തെളിയിച്ചത്. അതിൻ്റെ അർത്ഥം പി കെ പ്ലസ് 1 ഈസ് 2 എന്ന് നമ്മൾ തെളിയിച്ചു. ദെർഫോർ പി എൻ ഈസ് 2 ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്തത്. ആദ്യത്തത് ഇക്വേഷൻസ്, രണ്ടാമത്തത് ഇനീക്വാളിറ്റീസ്, മൂന്നാമത്തത് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 3 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെയാണ് ഇൻഡക്ഷൻ മെത്തേഡിൽ തെളിയിക്കുക, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.